ഹായ് വെൽക്കം ബാക്ക്. നമുക്ക് മുന്നിലുള്ള സമയം തുച്ഛം, എന്നാൽ ഗുണം പളി പളി പളി. ഞാൻ നല്ലൊരു പഞ്ച് ലൈൻ പറയാൻ വേണ്ടി വരികയായിരുന്നു, പക്ഷെ കാര്യമാക്കണ്ട. ഒരു 10-15 മിനിറ്റിൽ എഡിറ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നല്ല പഞ്ചുണ്ട്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്ക് ചിലപ്പോൾ അത് എഡിറ്റിംഗ് തന്നെ ആയിരിക്കും. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ള സകലമാന ഗ്രാമർ പോർഷനും ചിലപ്പോൾ ഇവിടെ അപ്ലൈഡ് ആയിട്ട് വരും, ചോദിച്ചേക്കാം. പക്ഷെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചില ഏരിയകളിൽ നിന്നാണ്, ചില സ്പെസിഫിക് ഏരിയകളിൽ നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് സോളിഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ചെറിയൊരു ഭാഗത്തിലാണ്. നിങ്ങൾ ഈ പേര് കേട്ട് പേടിക്കുന്നു വേണ്ട. സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് ഒന്നും നിങ്ങൾ കേൾക്കണ്ട. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്റ്റിന് അനുയോജ്യമായ വെർബിനെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻ അതർ വേർഡ്സ് നമുക്ക് കിട്ടിയത് പ്ലൂരൽ ആണോ സിംഗുലർ ആണോ അതിന് അനുയോജ്യമായിട്ടുള്ള വെർബ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചെരിപ്പൂരി അടിച്ചിരിക്കണം. കാരണം അത് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഐ യു ദേ വി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലൂരലായ എന്ത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും അവിടെ നമ്മൾ ബേസ് ഫോം മാത്രമേ പറയാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഓടി എന്ന് പറയാൻ നമുക്ക് റൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? എസ് ഫോമിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ ഐ റൺ എന്ന് പറഞ്ഞാൽ മതി, ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. അവിടെ എസിൻ്റെ ആവശ്യമില്ല. ഓൺ ദി അതർ ഹാൻഡ്, ഹി, ഷീ, ഇറ്റ്, ദാറ്റ് അല്ലെങ്കിൽ സിംഗുലറായ സബ്ജക്റ്റുകൾക്കൊക്കെ നമുക്ക് ബേസ് ഫോം മാത്രം പോരാ. ബേസ് ഫോമിൻ്റെ കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്തെങ്കിലേ അത് ഫിനിഷ് ആവുള്ളൂ, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുള്ളൂ. ഇവിടെ റൺ എന്ന് പറഞ്ഞാൽ പോരാ, റൺസ് എന്ന് വരണം. അതുകൊണ്ട് തന്നെ ഐ ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറയുന്നത് പോഴത്തരമാണ്. അവിടെ എന്ത് മതി? ഐ ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് മാത്രം മതി. സിമിലർലി, ഹി ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അവിടെ ഹി ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ദി യൂണിവേഴ്സിറ്റി ഓഫ് ഡിപ്ലോമ കോഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറയാൻ പറ്റുമോ? നോക്കാം. ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ? സിംഗുലർ ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ മതിയാവില്ല സാറേ, ഓഫേഴ്സ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ദ ഊബർ ഡ്രൈവർ ഹാവ് റീച്ച്ഡ് ദ പാർക്കിംഗ് ലോട്ട് എന്ന് പറയുന്നു. ദ ഊബർ ഡ്രൈവർ എന്ന് പറയുന്നതും സിംഗുലർ ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാവ് പറ്റൂല, ഹാസ് എന്ന് നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പഠിക്കാം. ഈ ഹാസ് യൂസ് ചെയ്യുന്നത് എവിടെയാ? സിംഗുലറാ. ഇത് സിംഗിൾ അല്ല കേട്ടോ, സിംഗുലറിൻ്റെ കൂടെയാണ്. അതുപോലെ തന്നെ ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാ? പ്ലൂറലിൻ്റെ കൂടെയാ. ഹാഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ആവശ്യം വരും. അതുപോലെ തന്നെ ഡു നമ്മൾ യൂസ് ചെയ്യുന്നതില്ലേ, ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറലിൻ്റെ കൂടെയാണ്. ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട്? ഇതിൽ യു നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ആയിട്ടാണല്ലേ, നമ്മൾ ഇവിടെ നേരത്തെ കണ്ടു. അയ്യു ദേവി. നിങ്ങൾക്ക് ഇപ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം അത് പഠിച്ചാൽ മതി. ഡസ് സിംഗുലറിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് എന്ന് നമ്മൾ പറയൂലേ. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് എന്ന് പറയുന്നിടത്തില്ലേ, ഇറ്റ് എന്ന് പറയുന്നത് എന്താ? സിംഗുലറാ. ഇനി ഡിഡ് എവിടെ യൂസ് ചെയ്യുന്നത്? ഡിഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ്. ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്? നീ നിന്റെ ഹോംവർക്ക് ചെയ്തായിരുന്നോ എന്നാണ് ചോദിച്ചത്. അത് പാസ്റ്റ് ടെൻസിലാണ്. അവിടെയാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വില്ലും വുഡും യൂസ് ചെയ്യുന്നത്. വില്ലും വുഡ് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വുഡ് നമ്മൾ കൂടുതലും പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വില്ലോ വുഡോ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരേണ്ട വെർബ് അത് അതിൻ്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം, V1 എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പിടിച്ചോ. വിൽ യു മാരി മീ? നിങ്ങളിപ്പോൾ മാരി ചെയ്യണ്ട. വിൽ യു മാരി മീ? ഇതിലുള്ള മാരി എന്ന് പറയുന്നത് എന്താ? അത് V1 അല്ലേ. സിമ്പിളായിട്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഈ വില്ലോ വുഡോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. സോ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം ടെൻസുകളാണ്. നമ്മൾ സ്ഥിരമായിട്ട് തെറ്റിക്കുന്നതാണ് ടെൻസുകൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സിമ്പിൾ പാസ്റ്റിൽ നിന്നും ഓർ സിമ്പിൾ പ്രസൻറ്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് തെറ്റിക്കാറുള്ളത്. ഹി ബൈസ് എ കാർ ലാസ്റ്റ് മന്ത് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലി അവരെ ചെരുപ്പൂരി അടിക്കാം. കാരണം ഇവിടെ ബൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ബോട്ട് എന്നാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള വെർബ്. കാരണം എന്താ? ഈ ലാസ്റ്റ് മന്ത് എന്ന് ഇവിടെ എന്താ കണ്ടൂടെ? ഇവിടെ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് പാസ്റ്റ് ടെൻസിലല്ലേ. അത് പാസ്റ്റ് ടെൻസിൽ ആയതുകൊണ്ട് തന്നെ ബൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല, ബോട്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ലീഗലി ചെരുപ്പൂരി അടിക്കാനൊന്നും പറ്റൂല കേട്ടോ. അതൊരു വായ്ത്താളത്തിന് വന്നു പോയതാണ്. ഓക്കെ.
പക്ഷേ സാധാരണഗതിയിൽ ഞാൻ പറയല്ലോ സിമ്പിൾ പാസ്റ്റിൽ നിന്ന് സിമ്പിൾ പ്രസന്റിൽ നിന്നോ സിമ്പിൾ പ്രസന്റിൽ നിന്ന് സിമ്പിൾ പാസ്റ്റിലേക്കോ ആയിരിക്കും മാറ്റാനുണ്ടാവുക. പക്ഷെ ചിലപ്പോൾ നമ്മൾ അവരങ്ങനെ വിടൂല, നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് എന്നോ പ്രസന്റ് പെർഫെക്റ്റ് എന്നോ പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുപ്പിക്കും. ഈ വെറുപ്പിക്കുന്ന സമയത്തിലെ നിങ്ങൾ ആദ്യം ഈ ഒരു സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. കാരണം ഈ കണ്ടിന്യൂസും സിമ്പിളും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഈ പെർഫെക്റ്റ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ് ഡാഷ് എസ്കേപ്പ്. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് പാസ്റ്റിലാണ് നടന്നത്. കാരണം ഇവിടെ കെയിം എന്ന് കൊടുത്തിട്ടുണ്ട്, അത് V2-ലാണ്, അതുകൊണ്ട് തന്നെ അത് പാസ്റ്റിലാണ് നടന്നത്. പക്ഷെ ഇവിടെ പാസ്റ്റിൽ 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ് ഡാഷ് എസ്കേപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പോലീസ് വന്നു, കള്ളൻ രക്ഷപ്പെട്ടു. പക്ഷെ കള്ളൻ രക്ഷപ്പെട്ടതാണ് ആദ്യം നടന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ അതായത് പാസ്റ്റിലാണ് നടന്നത്, രണ്ടും പാസ്റ്റിലാണ് നടന്നത്, പക്ഷെ ഒരു കാര്യം നടന്നതിന് ശേഷമാണ് മറ്റേ കാര്യം നടന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലുള്ള ആദ്യം നടന്ന കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് വെർബിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത്. ആദ്യം നടന്ന കാര്യം എന്ന് പറയുന്നത് കള്ളൻ രക്ഷപ്പെട്ടതാണ്, അതിനുശേഷമാണ് പോലീസ് വന്നത്. അപ്പോൾ കള്ളൻ രക്ഷപ്പെട്ട ആദ്യത്തെ കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഡ് V3ക്ക് എസ്കേപ്ഡ് എന്ന് പറയാം. ഹാഡ് എസ്കേപ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി വൺ ഓഫ് ദ എന്ന് പറയുന്നിടത്ത് വൺ ഓഫ് ദ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം വരേണ്ടത് അതിൻ്റെ പ്ലൂറൽ ഫോമിലായിരിക്കണം. എക്സാമ്പിൾ നോക്കിക്കോ. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ റെയറസ്റ്റ് ഇവൻറ്റ് എന്നല്ല പറയേണ്ടത്, ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ പ്ലൂറൽ ഫോം ആയിട്ട് വരുന്നത്. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ റെയറസ്റ്റ് ഇവൻറ്റ്സ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് എന്നായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എവ്രി വൺ എനിവൺ എന്ന് തുടങ്ങുന്ന ഈ കുണ്ടാമണ്ടികൾ. എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, സംവൺ, സംതിങ്, സംബഡി എന്നൊക്കെ പറയുന്നത് സകലമാനതും സിംഗുലർ ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. എവ്രി വൺ ഹാവ് ദെയർ ഓൺ ചോയ്സസ് എന്ന് പറഞ്ഞുകൂടാ, എവ്രി വൺ ഹാസ് ദെയർ ഓൺ ചോയ്സസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എവ്രി വൺ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ടു യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ING ഫോമിലേക്ക് അതിൻ്റെ വെർബിനെ മാറ്റരുത്. അമൽ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ചിങ് ദ മൂവി എന്ന് പറയരുത്. അമൽ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ച് ദ മൂവി. ടു വാച്ച്, ടു റൺ, ടു വാക്ക്, ടു സ്ലീപ്പ് എന്ന് വേണം വരാൻ. ING ഫോം ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇത്രയുള്ള നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ മായ്ച്ചില്ലേ, ഒരു മിനിറ്റാടാ, ഇതൊക്കെ ഒന്ന് മായ്ച്ചേക്കട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു നല്ല എക്സാമ്പിൾ നോക്കാം. ഇറ്റ് വാസ് 1983. 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് കല്ല് കടിക്കുന്നത് നോക്കാം. ഇറ്റ് വാസ് 1983. We live in Jakarta in a lovely white colonial home on a street that was quiet. It was a pleasant, almost perfect life until the day I was taken to visit a orphanage in the city. I do not remember the orphanage how looked, but I vividly remember the children. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ കല്ല് കടിക്കുന്നില്ലേ? ആ കല്ല് കടിച്ചത് പെറുക്കിയെടുക്കാനാണ് നമ്മൾ പോകുന്നത്. 4 മാർക്കുണ്ട്, അപ്പോൾ 4 കല്ല് നമുക്ക് കടിക്കും. ഇറ്റ് വാസ് 1983, പ്രശ്നമൊന്നുമില്ല. വി ലിവ് ഇൻ ജക്കാർത്ത എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ലിവ് എന്ന് പോരാ, ഇവിടെ ലിവ്ഡ് എന്ന് വരണം. വി ലിവ്ഡ് ഇൻ ജക്കാർത്ത ഇൻ എ ലവ്ലി വൈറ്റ് കൊളോണിയൽ ഹോം ഓൺ എ സ്ട്രീറ്റ് ദാറ്റ് വാസ് ക്വയറ്റ്. ഓർ എന്ന് നമുക്ക് പറയുന്നത് ഓൺ എ ക്വയറ്റ് സ്ട്രീറ്റ് എന്നും പറയാം. അവിടെ ഗ്രാമാറ്റിക്കൽ എറർ ഒന്നുമില്ല, പക്ഷേ എഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇറ്റ് വാസ് എ പ്ലസന്റ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ലൈഫ് അണ്ടിൽ ദ ഡേ. അണ്ടിൽ ദ ഡേ എന്ന് പറയുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കോമ കൊടുത്താൽ നന്നായിരിക്കും. ഐ വാസ് ടേക്കൺ ടു വിസിറ്റ് എ ഓർഫനേജ്. എ ഓർഫനേജ് എന്ന് നമുക്ക് പറയോ? ഇവിടെ ഓർഫനേജ് എന്ന് പറയുന്നത് എന്താ? വൊവൽ സൗണ്ട് ആണ്, അതുകൊണ്ട് ഇവിടെ ആൻ എന്ന് വരണം. ഇൻ ദ സിറ്റി. ഐ ഡു നോട്ട് റിമെമ്പർ ദ ഓർഫനേജ് ഹൗ ലുക്ഡ്. ശരിയാണോ? ഇവിടെ എന്ത് വരണം? ഐ ഡു നോട്ട് റിമെമ്പർ ഹൗ ദി ഓർഫനേജ് ലുക്ഡ് എന്ന് പറയുമ്പോഴേ അവിടെ സ്ട്രക്ചർ കറക്റ്റ് ആവുന്നു. ഹൗ ദി ഓർഫനേജ് ലുക്ഡ് എന്നായിട്ട് മാറും. ബട്ട് ഐ വിവിഡ്ലി റിമെമ്പർ ദ ചിൽഡ്രൻ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയോ. ദ ഫോളോയിങ് പാസേജ് ഹാസ് ഫ്യൂ ഇറേഴ്സ്. അത് നമുക്കറിയാം. ഐഡന്റിഫൈ ദം ആൻഡ് എഡിറ്റ് അപ്രോപ്രിയേറ്റ്ലി. വീണ്ടും 4 കല്ലുകളാണ് നമ്മൾ കടിക്കാൻ വേണ്ടി പോകുന്നത്. റെഡി ആയിക്കോ. മൈ ഇൻസ്പിറേഷൻ കം ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ ഓൺ റൂറൽ കെനിയ. ആസ് ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ വിറ്റ്നസ്ഡ് ഫോറസ്റ്റ് ബീങ് ക്ലിയർഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ commercial plantations who destroyed local biodiversity and capacity of the forest to conserve water.
ഓക്കെ, നോക്കിക്കോ. മൈ ഇൻസ്പിറേഷൻ കം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം മൈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ കം എന്ന് പോരാ, കംസ് എന്ന് തന്നെ വേണ്ടിയിരിക്കുന്നു. ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ ഓൺ റൂറൽ കെനിയ, ഇൻ റൂറൽ കെനിയ, ഇൻ റൂറൽ കെനിയ എന്ന് വേണം. As I was growing up, I witnessed forest forest being cleared up എന്ന് വരേണ്ടിയിരിക്കുന്നു. Forest being cleared up and replaced by commercial plantations. Who destroyed അല്ല, which. ഇവിടെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹൂ എന്ന് പറയുന്നത് പേഴ്സണെയാണ് കാണിക്കുന്നത്. വിച്ച് ആണ് നമ്മൾ ജീവനില്ലാത്ത ഒരു സാധനത്തിനെയോ ഒബ്ജക്റ്റിനെയോ മാറ്ററിനൊക്കെ പറയാൻ നമ്മൾ വിച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. വിച്ച് ഡിസ്ട്രോയ്ഡ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ ഫോറസ്റ്റ് ടു കൺസേർവ് വാട്ടർ. ഇത്രയേ ഉള്ളൂ. 4 തെറ്റുകളുണ്ട്, 4 കല്ല് നമ്മൾ കടിച്ചു, 4 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് ദാറ്റ് എനേബിൾ വുമൻ ടു റേസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഹിയർ there are plenty of room for improvement എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ തെറ്റ്? ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് ദാറ്റ് എനേബിൾ. ഇവിടെ ദാറ്റിനേക്കാളും നല്ലത് വിച്ച് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഗ്രാമാറ്റിക്കലി അത് തെറ്റല്ല. പക്ഷെ ഇവിടെ തെറ്റെന്താണെന്ന് വെച്ചാൽ എനേബിൾ എന്ന് പറയുന്നിടത്താണ്. ഇവിടെ എനേബിൾസ് എന്നാണ് വരേണ്ടത്, കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ എനേബിൾസ് എന്നാണ് വരേണ്ടത്. എനേബിൾസ് വിമൻ ടു റൈസ് എന്നല്ല, റൈസ് എന്നാണ് വരേണ്ടത്. റൈസ് ഉദിച്ചുവരിക, ഉയർന്നു വരിക എന്നുള്ള അർത്ഥത്തിൽ റൈസ് എന്നാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഹിയർ ദർ ആർ പ്ലെന്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് പ്ലെന്റി ഓഫ് റൂംസ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ദർ ഈസ് പ്ലെന്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറയണം. ഇനി എവിടെയെങ്കിലും ഞാൻ ഒരു 1-2 കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പറയുന്ന ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിയുള്ള കുട്ടികൾ താഴെ കമന്റ് ചെയ്ത് എന്നെ എൻലൈറ്റൻ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 2 ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോ. ശരി ഏട്ടാ, ഇതൊക്കെ ഞാൻ എപ്പോഴാണ് എഴുതിയേ? മൈ ബാഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ പിടിച്ചോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കൂടെ ഇടാം. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇനീഷ്യലി ദ വർക്ക് were difficult because they were unaware that an degraded environment leads to a scramble for scarce resources and may culminated in poverty and even conflict. 4 മാർക്ക്, 4 കല്ല്. ഓക്കെ, ഇനീഷ്യലി ദ വർക്ക് വേർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ദ വർക്ക് എന്ന് പറയുന്നത് എന്താ, സിംഗുലർ ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് ഇതൊക്കെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് ആട്ടോ. ദ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ വാസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദ വർക്ക് വാസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ദേ വേർ അൺഅവെയർ ദാറ്റ് ആൻഡ് ഡീഗ്രേഡഡ് എന്ന് പറയണോ? ഡീഗ്രേഡഡ് എന്ന് പറയുന്ന ഡി സൗണ്ട് കൺസണന്റ് സൗണ്ട് ആണ്. ആന് വേണോ? വേണ്ട, എ മതി. എ ഡീഗ്രേഡഡ് എൻവയൺമെന്റ് ലീഡ്സ് ഇന്നല്ല. കണ്ടോ, ഞാൻ അറിയാതെ തന്നെ എൻ്റെ വായിൽ അത് വന്നു. അതാണ് കല്ല് കടിക്കുക എന്ന് ഞാൻ പറയാനുള്ളത്. ലീഡ്സ് ഇന്നല്ല, ഇന്നെന്ന് പറയുന്നത് ഉള്ളിൽ എന്നാണ്. ടു ലേക്ക് എന്നുള്ളതാണ്. ലീഡ്സ് ടു സ്ക്രാമ്പിൾ ഫോർ സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് മേ കൾമിനേറ്റഡ് എന്ന് പറയുമ്പോൾ V2-ലല്ലേ, കൾമിനേറ്റ് എന്ന് മതി. കൾമിനേറ്റ് ഇൻ പോവർട്ടി ആൻഡ് ഈവൻ കോൺഫ്ലിക്റ്റ്. 1 2 3 4 4 കല്ല് അല്ലേ? 1 2 3 4 4 ശരിയാക്കിയിട്ടുണ്ട്. ഇനി വേറെ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഓപ്പറ റെഫർ ടു എ ഡ്രമാറ്റിക് ആർട്ട് ഫോം ഒറിജിനേറ്റിംഗ് ഇൻ യൂറോപ്പ് ഇൻ വിച്ച് ദ ഇമോഷണൽ കോണ്ടന്റ് ഈസ് കൺവേ ടു ദ ഓഡിയൻസ് ത്രൂ മ്യൂസിക്, ബോത്ത് വോക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ ആൻഡ് ലിറിക്സ്. വെയറാസ് ഇൻ മ്യൂസിക്കൽ തിയേറ്റർ ആക്ടേഴ്സ്, എനിക്ക് കല്ല് അടിക്കുന്നുണ്ട് പക്ഷെ പറയാൻ നിർവാഹമില്ല. എ ആക്ടേഴ്സ് ഡ്രമാറ്റിക് പെർഫോമൻസ് ഈസ് primary and the music plays a lesser role. The drama in opera is presented using the primary element of theatre such as scenery, costumes and ആക്ടിങ്. ഇത്രയേ ഉള്ളൂ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വലിയ സംഭവമൊന്നുമില്ല. 4 മാർക്ക് ഉണ്ടാവും. അപ്പം 4 കല്ല് നമ്മൾ കടിച്ചോളണം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കാലാകാലങ്ങളായിട്ട് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയകളാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ടെൻസുകൾ, അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ്, അവിടെ ഇവിടെയൊക്കെയുള്ള കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ 1 മാർക്ക് നമ്മുടെ ആരും കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇരുന്നിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കും. അത് 2 ആണോ 4 ആണോ ഇന്നാണോ അതാണോ ഇതാണോ എന്നൊക്കെ നമുക്കിങ്ങനെ സംശയം തോന്നിക്കൊണ്ടിരിക്കും. അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓൾ ഗ്രാമർ ലൈവ് ആണ് അല്ലേ. നമ്മുടെ ചന്ദ്രികയുടെ സോപ്പിന്റെ പരസ്യമൊക്കെ കൊണ്ടുവരുന്ന പോലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ഈ ഓൾ ഗ്രാമർ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ഗ്രാമർ, നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഗ്രാമർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അത് ഒരു കാരണവശാലും മിസ്സാക്കാതിരിക്കുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ.
താങ്ക് യു. ഇതിനുള്ള ഉത്തരം കേട്ടോ, ഈ 5ാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എനിക്ക് താഴെ കമന്റ് ബോക്സിൽ കാണണം. നിങ്ങൾ എത്ര പേർക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, സോ ബൈ, താങ്ക് യു.